ഇന്ന് ടോപ്പിക്ക് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. ഇതിൻ്റെ സിമ്പിളാണ് HbA1c. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മളെ ബോഡി എങ്ങനെ ഗ്ലൈസീമിക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഗ്ലൈസീമിക് കൺട്രോൾ ഓവർ 8 to 12 വീക്സ് അല്ലെങ്കിൽ 120 days. 120 days RBCയുടെ ലൈഫ് ടൈമാണ്. അപ്പോൾ ഈ സമയത്തേക്കുള്ള ഗ്ലൈസീമിക് കൺട്രോൾ എങ്ങനെ മെഷർ ചെയ്യണത് ഈ HbA1c വെച്ച് നോക്കാൻ പറ്റും. HbA1c ഫോം ചെയ്യണത് കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ HB ആൻഡ് ഗ്ലൂക്കോസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻസൈം ആവശ്യമില്ല അതിന്. അപ്പം എൻസൈം ഇല്ലാണ്ട് തന്നെ ഗ്ലൂക്കോസും അമൈനോ ഗ്രൂപ്പ് ഓഫ് HB തമ്മിൽ കീറ്റോമൈൻ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. പിന്നെ നോർമൽ ലെവൽ ഓഫ് HbA1c 5.6% ആണ്. 5.7 to 6.4 വന്നാൽ അത് പ്രീ ഡയബറ്റീസായി ക്ലാസിഫൈ ചെയ്യാം. പിന്നെ 6.4 മുകളിൽ 6.5 എബവ് വന്നാൽ അത് കൺഫേംഡ് ഡയബറ്റീസാണ്. പിന്നെ 1% റൈസ് ഇൻ HbA1c ഈക്വലൻ ടു 2 mmol/L റൈസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ചില കേസസിൽ ഫോൾസ് റൈസ് ഉണ്ടാവാം. അത് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ HB കുറയണ കാരണം HbA1c ഫോൾസ് റൈസ് ആവും. ഫോൾസ് ഡിക്രീസ് ഉണ്ടാവുന്നത് സിക്കിൾ സെൽ അനീമിയയിലും പ്രഗ്നൻസിയിലും. പിന്നെ ഇതല്ലാണ്ട് HbA1c അല്ലാണ്ട് ചില ഇൻഡെക്സസ് ഉണ്ട്. MCQ ചോദിക്കാം. സീറം ഫ്രക്ടോസമീൻ. ഇതിൽ ഹീമോഗ്ലോബിന് പകരം ഗ്ലൂക്കോസ് ആൽബുമിനായി ബൈൻഡ് ചെയ്യണം. പിന്നെ HbA1A1 ഇതിൽ ഹീമോഗ്ലോബിനും ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റാണ് ബൈൻഡ് ചെയ്യുക. മറ്റേതിൽ ഗ്ലൂക്കോസും HB ആയിരുന്നു. ഇതിൽ ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റും HBയും. ഇനി HbA1A2 ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റും HBയും കൂടെ ബൈൻഡ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ഒന്നുകൂടെ ഓർമ്മിക്കണം, HbA1cയുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഗ്ലൈസമിക് കൺട്രോൾ ടു ഡയഗ്നോസ് ഡെവലപ്പിംഗ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ആണ്. ഗ്ലൈസേറ്റഡ് ഹീമോഗ്ലോബിൻ അത്രയേ ഉള്ളൂ. താങ്ക് യു.